പ്രവാസ ലോകത്തെ വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ കുവൈറ്റിന് സാമ്പത്തിക ഉത്തേജനവുമായി രാജ്യത്തെ വിവിധ ബാങ്കുകൾ $425 കോടി വായ്പയാണ് അനുവദിച്ചിരിക്കുന്നത്. കുവൈറ്റിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി കുവൈറ്റ് ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് $425 കോടി സിൻഡിക്കേറ്റ് വായ്പ അനുവദിച്ച് രാജ്യത്തെ വിവിധ ബാങ്കുകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് രാജ്യത്തെ വായ്പാ വിതരണം മന്ദഗതിയിലായതോടെയാണ് ഉത്തേജക പാക്കേജിനായി 14 ബാങ്കുകൾ ചേർന്ന് $425 കോടി നൽകിയത്. 3 വർഷത്തേക്കാണ് വായ്പ. ഇറാൻ ആക്രമണത്തിനായത്തെ എണ്ണ ശുചീകരണ പ്ലാന്റുകൾ, വൈദ്യുതി നിലയങ്ങൾ, വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ നശിച്ചിരുന്നു. ഇവയുടെ പുനരുദ്ധാരണം അടക്കമുള്ള കോർപ്പറേറ്റ് വികസന പ്രവർത്തനങ്ങൾക്കായാണ് സിൻഡിക്കേറ്റ് വായ്പ ഉപയോഗിക്കുക. അതേസമയം ബോണ്ട് വിൽപ്പനയിലൂടെ കഴിഞ്ഞ മാസം $600 കോടി കുവൈറ്റ് നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. 3 പ്രമുഖ ബ്രാൻഡുകളുടെ കോഫി, ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ പിൻവലിച്ച് സൗദി അറേബ്യ. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത ഉള്ളതിനാലാണ് നടപടി. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന നിരോധിത പദാർത്ഥം അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 3 പ്രമുഖ കോഫി, ചോക്ലേറ്റ് ഉൽപ്പന്നങ്ങൾ പിൻവലിച്ച് സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി. നോർട്ടഡാലാഫിൻ എന്ന പദാർത്ഥത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ബാർസ കഫേ, ബാർസ ചോക്കോ, ബെൻറ്റാൻ സ്കൈ എന്നീ ബ്രാൻഡുകളുടെ 100 ഗ്രാമിന്റെ സാഷകൾക്കാണ് വിലക്കേർപ്പെടുത്തിയത്. വിട്ടുമാറാത്ത അസുഖങ്ങളുള്ളവർക്ക് ഇത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സൗദി FDA മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദുബായിൽ ഷെയറിംഗ് താമസ മേഖലയെ നിയന്ത്രിക്കാൻ പുതിയ നിയമം ഈ മാസം അവസാനത്തോടെ പ്രാബല്യത്തിൽ വരും. ഇതോടെ അധികൃതരുടെ പെർമിറ്റ് ഇല്ലാതെ ഷെയറിംഗ് താമസ സൗകര്യം നടത്താനാകില്ല. വാടക നിയന്ത്രിക്കാനും സുതാര്യത ഉറപ്പാക്കാനുമായി ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ഈ മേഖലയ്ക്കായി പ്രത്യേക വാടക സൂചിക തയ്യാറാക്കും. പെർമിറ്റിനായി ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ അപേക്ഷിക്കണം. സാധാരണയായി 1 വർഷമാണ് പെർമിറ്റിന്റെ കാലാവധി. കെട്ടിടത്തിന്റെ നിർമ്മാണ നിലവാരം, ആരോഗ്യം, അഗ്നിസുരക്ഷ, വൈദ്യുത സുരക്ഷ, ഒരാൾക്ക് ലഭിക്കേണ്ട കുറഞ്ഞ സ്ഥലം, പരമാവധി താമസക്കാരുടെ എണ്ണം എന്നിവ പരിശോധിച്ച ശേഷമേ അനുമതി നൽകൂ. വാടക മാനേജ്മെന്റ് കരാറുകൾക്കായി DLD സ്റ്റാൻഡേർഡ് മാതൃകകൾ പുറത്തിറക്കും. അംഗീകൃത ഷെയറിംഗ് താമസ യൂണിറ്റുകളുടെയും താമസക്കാരുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇലക്ട്രോണിക് രജിസ്റ്ററും ഒരുക്കും. നിലവിൽ പ്രവർത്തിക്കുന്ന ഷെയറിംഗ് താമസ കേന്ദ്രങ്ങൾക്ക് പുതിയ ചട്ടങ്ങൾ പാലിക്കാൻ 1 വർഷത്തെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. നിയമലംഘനങ്ങൾക്ക് 500 മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്തും. 1 വർഷത്തിനുള്ളിൽ ആവർത്തിച്ചാൽ പിഴ പരമാവധി 10 ലക്ഷം ദിർഹം വരെ ഉയർത്തും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.